അങ്ങനെ ഈ ജാഥ അങ്ങനെ പ്രമുഖരാകുന്നതായ വ്യക്തിത്വങ്ങളെയും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരോടും സ്നേഹത്തിലും മമതയിലും സന്തോഷത്തിലും ഒക്കെയുള്ള ഒരു സമീപനമാണ് മുസ്ലിങ്ങളുടെ സമീപനം. അത് പ്രകടമാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ ഒരു പ്രകടനം കൂടിയാണ് ഈ യാത്ര കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഈ സമ്മേളനത്തിൻ്റെ പ്രചരണത്തിന് ഇപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് നോട്ടീസ് അടിക്കുക, അതിനുള്ള മറ്റുള്ള പ്രചരണ മാർഗങ്ങളൊക്കെ ചെയ്താൽ മതി. അപ്പം ഈ രാജ്യത്ത് സമാധാനം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്, മതസൗഹാർദ്ദം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്, മനുഷ്യർ തമ്മിലുള്ള സ്നേഹം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതൊക്കെ ഇസ്ലാമിൻ്റെ വലിയ വലിയ തത്വങ്ങളാണ്. ഇതൊക്കെ ആ തത്വങ്ങൾ ഇവിടെ നിലനിൽക്കണം. ഇസ്ലാമിനെ ഒരിക്കലും അതിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ പാടില്ല. അതിനൊരു വർഗീയ സംഘടനയായിക്കൊണ്ട് ചില ആളുകൾ ഇസ്ലാമിനെ വർഗീയ ആളുകളായിക്കൊണ്ടിട്ടോ അല്ലെങ്കിൽ തീവ്രവാദികളായിക്കൊണ്ടിട്ടൊക്കെ വിലയിരുത്തപ്പെടുന്നുണ്ട് ലോകം. അങ്ങനെയാണ് അതിൻ്റെ സ്വഭാവങ്ങൾ. അങ്ങനെ തന്നെ നല്ലൊരു സംഘടന ഇവിടെ ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ നല്ലൊരു മതം ഇവിടെ ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ നല്ലൊരു പാർട്ടി ഇവിടെ ഉണ്ടാവുമ്പോൾ അത് നശിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കും. അങ്ങനെയല്ലേ അമ്പിയാക്കന്മാരൊക്കെ അവരെ കാലഘട്ടത്തിൽ എത്രമാത്രം പ്രയാസങ്ങളാണ് അവരനുഭവിച്ചിട്ടുള്ളത്. അപ്പം അത് സ്വാഭാവികമാണത്. അപ്പം അങ്ങനെ പലരും ഇതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതിനെ ഈ മതത്തിനെ ജനങ്ങളുടെ ഇടയിൽ മോശമായി ചിത്രീകരിക്കപ്പെടാനൊക്കെ ശ്രമിക്കും. പക്ഷേ അത് ശ്രമിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനം അതിനെന്താവാൻ പാടില്ല, സഹായമാകാൻ പാടില്ല. മുൻകഴിഞ്ഞ ആളുകൾ ഇവിടെ വന്നപ്പോൾ അവരെ പ്രവർത്തനം കണ്ടിട്ടാണ് ജനങ്ങൾ ഇവിടെ സൗകര്യം ചെയ്തു കൊടുത്തത്. നമ്മളെ പിതാക്കന്മാരൊക്കെ ഇവിടെ വന്നപ്പോഴേ മഹാന്മാരായിരുന്നു അവരുടെ പ്രവർത്തനം വളരെ നല്ല പ്രവർത്തനങ്ങളായിരുന്നു. വിശുദ്ധ ദീനിന്റെ ആ ശരിയായ റൂട്ടിൽ കൂടി സഞ്ചരിക്കുന്നവരായിരുന്നു അവർ. ബഹുമാനമുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അത് വളരെ വിശുദ്ധമായ ആദർശങ്ങൾ, അതാണ് ഇസ്ലാമിൻ്റെ ആദർശങ്ങൾ. ആ ആദർശങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി മഹാന്മാരാകുന്ന ഉഹ്റവിയായ പണ്ഡിതന്മാർ, അതാണ് യഥാർത്ഥ പണ്ഡിതന്മാർ, അവരാണ് ഉഹ്റവിയായ പണ്ഡിതന്മാർ. ഉഹ്റവിയായ പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഇസ്തിഖാമത്തുള്ള ആളുകളാണ്. അപ്പോൾ വിലായത്തിൻ്റെ സ്വഭാവമുള്ളതായ മഹാന്മാരാവുന്ന ഉസ്താദന്മാർ, സാദാത്തുക്കൾ അടക്കമുള്ളവർ സ്ഥാപിച്ചതായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അത് വിശുദ്ധമാവുന്ന ഈ ദീൻ അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കണം. അതിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാവുന്ന സംവിധാനങ്ങൾ ഓരോ കാലഘട്ടത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഒരു ഭാഗമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിവിടെ സ്ഥാപിക്കപ്പെട്ടിട്ട് 100 വർഷം കഴിഞ്ഞു, അല്ലെങ്കിൽ 100 വർഷം തികയാൻ പോകും. ഈ 100 വർഷത്തിനിടയിൽ ഈ സംഘടനയുടെ അതിൻ്റെ പ്രവർത്തനം, അതുമായി ബന്ധപ്പെട്ടവർക്കുള്ള അവരുടെ ജീവിത രീതി, അവരുടെ സമീപനം, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സംഘടനയെ ഈ രാജ്യത്തുള്ള ആളുകൾ വിലയിരുത്തുന്നതും വിലയിരുത്തിയതുമൊക്കെ. ഇപ്പോൾ നമ്മൾ ഒരുപാട് എല്ലാ ജില്ലകളിലും, കാസർഗോഡല്ലാത്ത എല്ലാ ജില്ലകളിലും സ്വീകരണം നൽകപ്പെട്ടു. മലപ്പുറം ജില്ലയിൽ 2 സ്ഥലത്ത് വെച്ചുകൊണ്ട് സ്വീകരണം നൽകും. ഈ സ്വീകരണത്തിലൊക്കെ പങ്കെടുത്ത എല്ലാ രാഷ്ട്രീയക്കാരും, രാഷ്ട്രീയമില്ലാത്തവരും, നമ്മുടെ മതക്കാരാവുന്ന ആളുകളും അല്ലാത്ത മതക്കാരൊക്കെ ഈ സംഘടനയെ പ്രശംസിച്ചു കൊണ്ടിട്ട് ഇതിൻ്റെ പ്രവർത്തനം, ഇതിൻ്റെ നിലപാടുകൾ, ഇതിൻ്റെ തീരുമാനങ്ങളൊക്കെ അഭിനന്ദിച്ചുകൊണ്ടും അതിനെ പ്രകീർത്തിച്ചുകൊണ്ടുമാണ് പ്രസംഗിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് നമ്മൾ ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയ ഒന്ന്. കാരണം ഇവിടെ പല മതസംഘടനകളെയും അവരുടെ പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അവരുടേതായി എഴുതപ്പെട്ടതായ പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ
തീവ്രവാദ സംഘടനകളായിട്ടോ അല്ലെങ്കിൽ വർഗീയ സംഘടനകളായിട്ടൊക്കെ വിലയിരുത്തപ്പെടുമ്പോൾ, അല്ലെങ്കിൽ വർഗീയത തീവ്രതയ്ക്ക് അവരിലേക്ക് ചാർത്തപ്പെടുമ്പോൾ, അല്ലെങ്കിൽ മതരാഷ്ട്രവാദം ചില സംഘടനയിലേക്ക് ചേർത്തി പറയപ്പെടുമ്പോൾ, ഇതുപോലുള്ള ഒന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലേക്ക് ചേർത്തി പറയപ്പെട്ടിട്ടില്ല. ഇന്നേ വരെ, ഇനി ഖിയാമത്ത് നാൾ വരെ ചേർത്തി പറയപ്പെടേണ്ടതായ ഒരു അവസ്ഥ ഉണ്ടാവുകയില്ല. കാരണം ആ നിലക്ക് വിശുദ്ധമാവുന്നതായ അടിസ്ഥാനങ്ങളുടെ മേൽ സ്ഥാപിക്കപ്പെട്ടതായ ഒരു സംഘടനയാണ് ഈ സംഘടന. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഏതെങ്കിലും പാർട്ടികളോടോ ഏതെങ്കിലും ആളുകളോടോ യാതൊരു നിലക്കുള്ള വിദ്വേഷമോ അല്ലെങ്കിൽ എതിർപ്പുകളോ ഒന്നുമില്ല. പക്ഷെ ആശയത്തിനൊരു പ്രാധാന്യം ഉണ്ട്. ഈ ആശയത്തിന് എതിര് പറയുന്ന ആരോടും, അല്ലെങ്കിൽ ഈ ആശയത്തിനെ വിമർശിക്കുന്നവരോട്, അല്ലെങ്കിൽ ഈ ആശയത്തിൻ്റെ എതിരാവുന്ന ആശയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരോടൊക്കെ ആശയപരമായുള്ള എതിർപ്പുകൾ നമുക്കുണ്ടാവും. അതിനെ എതിർക്കാൻ വേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ രൂപീകരിക്കപ്പെട്ടുള്ളൂ. യഥാർത്ഥ ദീൻ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ അടിസ്ഥാനപരമായി അവരിവിടെ പ്രബോധനം ചെയ്ത അഖീദകൾ അതുതന്നെയാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പ്രബോധനം ചെയ്ത അഖീദ സംബന്ധമായ കാര്യങ്ങൾ. വിശ്വാസപരമായി മറ്റുള്ള അമ്പിയാക്കന്മാരൊക്കെ സ്വീകരിച്ചു പോന്ന അതേ വിശ്വാസങ്ങളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും വിശ്വാസം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിനേക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അതിൽ രണ്ടഭിപ്രായമില്ല. അമ്പിയാക്കന്മാരൊക്കെ ഈ ഒരേ ഒരു വിശ്വാസവും ഈ അഖീദയും അതിനിവിടെ സ്ഥാപിക്കാൻ വേണ്ടി ജീവിച്ചവരാണ്. അതുകൊണ്ടാണ് അമ്പിയാക്കന്മാരെ പരിചയപ്പെടുത്തിയപ്പോൾ അൽ അമ്പിയാവു ഔലാദു അല്ലാതെ, അവരൊക്കെ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്, ഒരു ഉമ്മാന്റെ മക്കളാണെന്നൊക്കെ പരിചയപ്പെടുത്താനുള്ള കാരണം അതുകൊണ്ട്. വിശ്വാസപരമായി അമ്പിയാക്കന്മാർ തമ്മിൽ യാതൊരു നിലക്കുള്ളതായ എതിർപ്പുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും നിലക്കുള്ള തർക്കമൊന്നുമില്ല. എല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ വിശ്വാസപരമായ പല കാര്യങ്ങൾ പറയുമ്പോൾ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ അവരെ ഉമ്മത്തിനോട് വിശ്വാസപരമായ കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ അവരും ഉപദേശിച്ചതാണ്, അല്ലെങ്കിൽ അവരും അവർക്ക് പ്രബോധനം ചെയ്തതാണ്, അവരോട് അറിയിച്ചതാണെന്നൊക്കെയാണ് റസൂൽ പറഞ്ഞിട്ടുള്ളത്. വിശ്വാസപരമായ കാര്യങ്ങളിൽ അമ്പിയാക്കന്മാർ തമ്മിൽ യാതൊരു എതിർപ്പുമില്ല, യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാവരും ഒരേ ഒരു വിശ്വാസത്തിലാണ് വേണം. അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇന്ന ദീന ഇന്നല്ലാഹി ഇസ്ലാം വറദീതുലക്കുമുൽ ഇസ്ലാമ ദീന എന്നൊക്കെ പറഞ്ഞാൽ സർവ്വ അമ്പിയാക്കന്മാർ ഇവിടെ പ്രബോധനം ചെയ്ത് ഇസ്ലാം ദീനാണ്. പക്ഷെ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ശരീഅത്തിൽ വ്യത്യാസങ്ങളുണ്ട്. പലരും ശരീഅത്ത് പല സ്വഭാവത്തിലായിരുന്നു. റസൂലുള്ളാഹിയിലേക്ക് നൽകപ്പെട്ട ശരീഅത്ത് പോലത്തെ ഒരു ശരീഅത്ത് അല്ലായിരുന്നു മുൻകഴിഞ്ഞതായ അമ്പിയാക്കന്മാരുടെ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. അത് ഓരോ അമ്പിയാക്കന്മാരുടെ കാലഘട്ടത്തോടു കൂടി അതിനെ ദുർബലമാക്കപ്പെടുകയോ, അല്ലെങ്കിൽ ഒരു നബിന്റെ കാലഘട്ടത്തിന് ശേഷം മറ്റൊരു നബിന്റെ കാലഘട്ടത്തിനും കൂടി പ്രയോജനപ്പെടുന്ന നിലക്കുള്ള ശരീഅത്തോ, ആ നബിന്റെ കാലഘട്ടത്തിന് ശേഷം പിന്നീട് അതിനെ ദുർബലമാക്കപ്പെടുകയോ, ആ നിലക്കുള്ള ശരീഅത്തുകളായിരുന്നു മുൻകഴിഞ്ഞ സർവ്വ അമ്പിയാക്കന്മാർക്കും നൽകിയ ശരീഅത്ത്. നേരെ മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ ശരീഅത്ത് അത് ഒരു കാലഘട്ടത്തിലും ദുർബലമാക്കപ്പെടേണ്ട ആവശ്യമില്ല. ഈ ലോകം ഇവിടെ നിലനിൽക്കുന്ന കാലം വരെ ആ ശരീഅത്ത് ഇവിടെ നിലനിൽക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം വേറെ നബിന്റെ ആവശ്യം ഇവിടെ ഇല്ലാതെ അന്നിലേക്കുള്ള ഒരു ശരീഅത്താണ് തമ്മത്ത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദില എന്ന് വിശുദ്ധ ഖുർആനിൽ പ്രഖ്യാപിച്ചതുപോലെ തന്നെ വളരെ സത്യമാവുന്ന ശരീഅത്ത്, പൂർണ്ണമായ ശരീഅത്ത്, വളരെ നീതിപൂർവ്വമുള്ള ശരീഅത്ത്, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നൽകപ്പെട്ട ശരീഅത്ത്. ആ ശരീഅത്തും ആ വിശ്വാസം അമ്പിയാക്കന്മാർ ഇവിടെ പ്രബോധനം ചെയ്ത വിശ്വാസപരമായ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ ശരീഅത്തും അത് ഇവിടെ നിലനിൽക്കണം.
അതിൽ ആശയപരമായിട്ട് ചില കടത്തിക്കൂട്ടലുകളോ അതല്ലെങ്കിൽ അതിൽ ചില നിലക്കുള്ള പരിവർത്തനങ്ങളോ ഉണ്ടാക്കാൻ വേണ്ടി കേരളത്തിൽ പല ആളുകളും ശ്രമിച്ചപ്പോൾ വിശുദ്ധമാവുന്ന ദീനിനെ ഇവിടെ സംരക്ഷിക്കപ്പെടണം. ആ സംരക്ഷണ ഉത്തരവാദിത്വം അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ സംവിധാനങ്ങൾ അള്ളാഹു ഉണ്ടാക്കുകയും ചെയ്യും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ജീവിച്ചിരുന്ന മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാവുന്ന പണ്ഡിതന്മാർ വരക്കൽ മുല്ലക്കോയ തങ്ങൾ വലിയ പണ്ഡിതനായിരുന്നു, ഖുതുബീങ്ങളിൽപ്പെട്ട വലിയ മഹാനാണെന്നാണ് ബഹുമാനപ്പെട്ട ശൈഖുൽ ശംസുൽ പറയുന്നത്. അതുപോലെ തന്നെ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ വലിയ നിറഞ്ഞ പണ്ഡിതനായിരുന്നു. അവരൊക്കെ കൂടിയാലോചിച്ച് അന്ന് ജീവിച്ചിരുന്ന അവരുടെ കാലഘട്ടത്തിലുള്ള മഹാന്മാരാകുന്ന പണ്ഡിതന്മാരും കൂടിയാലോചിച്ച് ഒരു സംഘടനാ രൂപത്തിലുള്ള പ്രതിരോധം ഇവിടെ ആവശ്യമാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ കൂടി ആലോചിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, അവരവരെ ജീവിച്ചിരിക്കുന്ന മശായഖന്മാരോടും മരണപ്പെട്ടു പോയ മശായഖന്മാരോടും റസൂലുള്ള വരെയുള്ളതായ ആ ശൃംഖലയോട് അവരെന്തായി അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയ അവരുടെ ആത്മാക്കളുമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെയാണല്ലോ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനാവുന്ന ഖാദി അബൂബക്കറുൽ അറബി തങ്ങൾ രേഖപ്പെടുത്തിയത്, ഒരു മനുഷ്യൻ ശരിയായ ഇസ്തിഖാമത്തിന് മേൽ നിന്നുപോരാ, അവൻ്റെ ഹൃദയത്തിനെ പൂർണ്ണമായും വിശുദ്ധമാക്കുക, മോശമായ എല്ലാ കാര്യങ്ങളിൽ നിന്നിട്ടും തമ്മാടിത്തരങ്ങളിൽ നിന്നും അല്ലാത്ത മോശമായ ഏത് സംഭവങ്ങളുണ്ടോ എന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞിക്കുകയും ചെയ്യുക. അഖ്ബല ഇലല്ലാഹി ബിൽ കുല്ലിയ, സർവസ്വവും അള്ളാഹുവിലേക്ക് അർപ്പിക്കുകയും ചെയ്യാം. എന്നാൽ റാൽ മലായിക്കത്ത്, ആ മലായിക്കത്തിന് അവന് കാണാൻ കഴിയുന്ന, വറാൽ അമ്പിയാക്കന്മാരെ കാണാൻ കഴിയും. വയസ്മഉ കലാമഹും, അവരെ സംസാരം അവൻ കേൾക്കും. വയുക്കല്ലിമുഹും, അവൻ അവരോട് സംസാരിക്കും. വയുക്കല്ലിമൂനഹു, അവരവനോടും സംസാരിക്കുന്ന. അപ്പം മരണപ്പെട്ടവരോട് ആശയവിനിമയം നടത്താൻ പറ്റും. അത് ആശയവിനിമയം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അത് വിശുദ്ധ ഖുർആന്റെ ഈ ആയത്ത് കൊണ്ട് മഹാന്മാരാകുന്ന അയിമ്മത്ത് സ്ഥാപിച്ച ഒരു സംഗതിയാണ്. അത് മാത്രമല്ല, മഹാന്മാരാകുന്ന പല ആളുകളും ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെട്ട അമ്പിയാക്കന്മാരുമായി ആശയവിനിമയം ചെയ്തില്ലേ. മരണപ്പെട്ട അമ്പിയാക്കന്മാരെ റസൂലുള്ളാഹി കണ്ടില്ലേ? റായിത്തു ആദം എന്ന് പറഞ്ഞു, ആദം നബിയെ കണ്ടു. മൂപ്പരുടെ രൂപത്തിനെ പറ്റി പറഞ്ഞു, കഅന്നഹു നഖലത്തുൻ തിവാൽ. അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടതിനെ പറ്റി പറഞ്ഞു, വറഅയ്തു ഇബ്രാഹിം വഅന അശ്ബഹു ബുൽദി ഇബ്രാഹിം. ഇബ്രാഹിം നബിനെ ഞാൻ കണ്ടു. ഇബ്രാഹിം നബിന്റെ മക്കളിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഏറ്റവും അധികം സ്നേഹമുള്ള ആള്, സാദൃശ്യമുള്ള ആള് ഞാനാണ്. മൂസ നബിനെ പല പ്രാവശ്യവും കണ്ടിട്ടുണ്ട്. ആ കണ്ടതൊക്കെ റസൂലുള്ള പല പ്രാവശ്യം പറഞ്ഞു. ആ ഹജ്ജിന്റെ വേളയിൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം മലന്റെ തായ്വരിയിൽ കൂടി ഇറങ്ങി വരുന്ന ആ രൂപം കണ്ടു. യൻഹദിറു ഇലൽ വാദീൻ, ആ മലന്റെ തായ്വരിലേക്ക് മൂസ നബി ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു എന്നാ. അപ്പൊ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എന്നിട്ട് റസൂലുള്ളാഹിനെ അതിനെ പറ്റി പറഞ്ഞു, കഅന്നി അൻദുറു ഇലൈഹി, ഇപ്പോഴും ഞാൻ ആ നോട്ടം കാണുന്നത് പോലെ ഉണ്ട്. അങ്ങനെ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചിട്ടില്ലെങ്കിലും ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ റസൂലുള്ളാഹി കണ്ടു. കഅന്നഹു ഖറജ മിൻ ദീമാസ് എന്നാ. ഈസ നബിനെ കണ്ടപ്പോൾ വളരെ സുന്ദരമായ ഒരു മുഖം, ഒന്നിക്ക് കുളിച്ച് വരണമായിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു എയർ കണ്ടീഷൻ്റെ ഉള്ളിൽ ഇരുന്ന് വരണമായിരിക്കുന്നുണ്ട്. അതാണ് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുഖത്തിനെ പറ്റി. അങ്ങനെ എല്ലാ അമ്പിയാക്കന്മാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിട്ടുണ്ട്. ആശയവിനിമയം ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അവരോടൊക്കെ ആശയവിനിമയം ചെയ്തിട്ടുണ്ട്. അപ്പം മഹാന്മാരോട് ആശയവിനിമയം ചെയ്തു. അവർ സമ്മതമൊക്കെ കിട്ടിയതിനു ശേഷം സ്ഥാപിച്ചതായ ഒരു സംഘടനയാണ്. എന്തിനു വേണ്ടിയാണ് ഇത് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ആ പരിശുദ്ധമാവുന്ന ആ ശരീഅത്ത് അതിന് ശരിയായ രൂപത്തിൽ ഇവിടെ നിലനിൽക്കണം. അതിനാണ് സലാം ബാക്കവി ഈ ബഹുമാനപ്പെട്ടവര് ആ ഫാത്തിഹ സൂറത്തിന്റെ ആദ്യം മുതൽ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ വരെയുള്ള അതിൻ്റെ ഒരു സംക്ഷിപ്തമാവുന്നതായ ഒരു വ്യാഖ്യാനം മൂപ്പര് പറഞ്ഞു. അതിൻ്റെ ശേഷം പറയുന്ന ആയത്തെന്താ? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ആ മേലെ പറയപ്പെട്ടതുപോലുള്ള തൗഹീദും
ഇബാദത്തും നിങ്ങൾക്കുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അത് ഏത് രൂപത്തിലാവണം? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ വഴിയിലേക്ക് പഠിച്ച തമ്പുരാനെ ഞങ്ങൾ നീ ചേർത്തിക്കൊണ്ടോ. എന്നിട്ട് മുസ്തഖീമായ വഴി ഏതാണ്? ഈ മുസ്തഖീമായ വഴി പിന്നെ അല്ലാഹു പറയാണ് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. പഠിച്ചവനെ നീ നിഅമത്ത് ചെയ്ത ആളുകളുണ്ട്, അതാണ് മഹാന്മാരാവുന്ന അംബിയാ, മഹാന്മാരാവുന്ന അള്ളാഹുവിന്റെ ഔലിയാ. അപ്പൊ ആ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം പിന്നീട് പറയാനുള്ള കാരണം എന്താന്ന് മഹാന്മാരാവുന്ന അയിമ്മത്ത് തന്നെ രേഖപ്പെടുത്തുന്നത് വതഅകീദു വതൻസീസു അലാ അന്ന തരീഖൽ മുസ്ലിമീൻ വൽ മശ്ഹൂദു അലൈഹി ബിൽ ഇസ്തിഖാം. ആ പിൻപറ്റപ്പെടാൻ പറയപ്പെട്ട കാലത്തിലുള്ള മുസ്ലിമീങ്ങൾ, അതാണ് ആ 3-4 നൂറ്റാണ്ടിലുള്ള മുസ്ലിമീങ്ങൾ. ആ മുസ്ലിമീങ്ങളുടെ വഴി, ആ മുസ്ലിമീങ്ങൾക്കുള്ള വഴി പിൻപറ്റി പോന്ന മുസ്ലിമീങ്ങളുടെ വഴിയും ഉവൽ മശൂദു അലൈഹി വതഅകീദു, അതൊന്ന് ആവർത്തിച്ച് പറയാണ്. ആദ്യം പറഞ്ഞ മുസ്തഖീമായ വഴി എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലായി, പിന്നെ ഒന്നുകൂടി ആവർത്തിച്ച് പറയാണ് വതഅകീദു വതൻസീസു. ആദ്യത്തിലുള്ള അവ്യക്തത ഒന്നും കൂടി സ്പഷ്ടമാക്കി പറയുകയുമാണ്. അല എന്ന എന്തിന്റെ മേലിൽ സ്പഷ്ടമാക്കി? അല എന്ന തരീഖൽ മുസ്ലിമീൻ ഉൽ മശ്ഹൂദു അലൈഹി ബിൽ ഇസ്തിഖാമ. മുസ്ലിമീങ്ങൾ നടന്നു പോരുന്ന വഴി, ആ വഴി അത് വളരെ വിശുദ്ധമായ പരമ്പരയിൽ കൂടി ലഭിക്കപ്പെട്ടതായ വഴികളാണ്. ആ വഴികളിൽ പിന്നെന്താ വേണ്ടത്? വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിലുള്ള വഴിയാണത്, വിശുദ്ധമാവുന്ന സുന്നത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വഴിയാണ്. ഇവിടുത്തെ മുജാഹിദ് ജമാഅത്തൊക്കെ പറഞ്ഞാൽ എനിക്ക് ഖുർആൻ സുന്നത്ത് എന്ന് പറഞ്ഞ് നടക്കല്ലേ വേണ്ടത്. ആ ഖുർആനെയും സുന്നത്തിനെയും ഒക്കെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? അതിനെ മുൻഗാമികളാവുന്ന ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനെ ഏതെങ്കിലും ഒരു ഭാഷാ പണ്ഡിതന് മനസ്സിലാക്കാൻ പറ്റിയ ഒന്നല്ല വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. അത് ഭാഷയിൽ പാണ്ഡിത്യണ്ടായത് മാത്രം പോരാ, ഭാഷയിൽ പാണ്ഡിത്യമുള്ളതിനോട് കൂടെ തന്നെ അത് പ്രത്യേകമായും കൊണ്ട് അതിനെ പഠിപ്പിക്കപ്പെട്ടതായ ആളുകളിൽ നിന്നിട്ട് അത് പഠിക്കണം. അതാണല്ലോ ലിതുബയ്യിന ലിന്നാസ്. നബിയിലേക്ക് അതിനെ അവതരിപ്പിച്ചത് ഇതിനു വേണ്ടി. എന്നാൽ ഭാഷാ പരിചയമുള്ള ആളുകളിലേക്കല്ല വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടുള്ളത്. റസൂലുള്ളാഹിന്റെ ഭാഷയല്ലായിരുന്നോ അറബി ഭാഷ? റസൂലുള്ളാഹിക്ക് എല്ലാ ഭാഷയും അറിയാം, അതൊരു വേറൊരു കാര്യം, അത് ഞാനിപ്പോൾ സംസാരിക്കുകയല്ല. പക്ഷെ അറബി ഭാഷ റസൂലുള്ളാഹിന്റെ ഭാഷയല്ലായിരുന്നു. ആ ഭാഷ സംസാരിക്കുന്ന ആളുകളല്ല അവിടെ ഉള്ളത്. എന്നാൽ അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ആ ആയത്ത് പറഞ്ഞു കൊടുത്താൽ പോരെ, അല്ലെങ്കിൽ റസൂലുള്ളാഹി അതിന്റെ ഹദീസ് പറഞ്ഞു കൊടുത്താൽ പോരെ. പക്ഷെ ആ ഹദീസിലും ആയത്തിലും ഒക്കെ വ്യാഖ്യാനിക്കപ്പെടേണ്ട ചിലതുണ്ടാവും. അപ്പൊ ആ വ്യാഖ്യാനം അനുസരിച്ചാവണം അത് ലഭിക്കപ്പെടേണ്ടത്. അത് എങ്ങനെയെങ്കിലും ലഭിക്കപ്പെട്ടാൽ പോരാ, അത് വിശുദ്ധമായ പരമ്പരയിൽ കൂടി ലഭിക്കപ്പെടും വേണം. ഇതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ ആ നിലക്ക് ലഭിക്കപ്പെട്ടതായ ഈ ആശയങ്ങളും ആദർശങ്ങളും ഈ അഖീദകളും ഈ അഹ്കാമുകളും ഈ ആചാരങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കണം. അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ വെറും ഖുർആൻ സുന്നത്ത് എന്ന് പറഞ്ഞു പോയിട്ട് കാര്യമില്ല. അതുകൊണ്ടുള്ള റസൂലുള്ളാഹി ഖുർആൻ സുന്നത്ത് എന്നും പറഞ്ഞതിനോട് കൂടെ തറക്തു ഫീക്കും അമ്പൈൻ, അത് കിതാബ് അല്ലാഹ് വസുന്നത്ത് റസൂലില്ലാഹ് വസുന്നത്തി എന്നോ അലി റസൂലുള്ളാഹിന്റെ സുന്നത്തോ. അത് മാത്രം പോരാ, റസൂലുള്ളാഹി പിന്നെ പഠിപ്പിച്ചത് എന്താ? അലൈക്കും ബി സുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ. എന്റെ സുന്നത്ത് കൊണ്ട് നിങ്ങൾ പിടിച്ചേക്കണം. അത് മാത്രം പോരാ, എന്റെ സുന്നത്തിനെ മനസ്സിലാക്കിക്കൊണ്ടിട്ട് എന്റെ സുന്നത്തിൽ നിന്ന് അഹ്കാമുകൾ ഇവിടെ പറഞ്ഞു തരുന്നതായ ആളുകളാണ് ഖുലഫാഉർ റാഷിദീൻ. അവരെ സുന്നത്ത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മാത്രം അവസാനിപ്പിക്കപ്പെടാൻ പറ്റൂല. ഫസ്അലു അഹ്ല ദിക്റിന്റെ ആളുകളോട് ചോദിച്ചിക്കണം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. ഇപ്പൊ ഇമാം ഷാഫി തങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ, അതാണ് ഫസ്അലു അഹ്ല ദിക്ർ എന്ന് പറയുന്ന ആളുകളെ കൊണ്ട്, അതവരെ പോലുള്ളതായ തികഞ്ഞ പണ്ഡിതന്മാർ. അപ്പൊ അന്നിലേക്ക് ലഭിക്കപ്പെട്ട ഈ ആശയങ്ങളും ആദർശങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ടതായ സംഘടനയാണ് സമസ്തകള്. അതോടൊപ്പം ഇത് ഇന്ത്യ രാജ്യം പോലത്തെ ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ആശയത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ആവശ്യമാവുന്ന ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടി വരും. അത് ഭൗതികമായി സാധിപ്പിച്ചെടുക്കേണ്ട ചില സംഗതികളുണ്ടാവും. അതിന് ഈ രാജ്യത്തുള്ളതായ രാഷ്ട്രീയക്കാരോടുള്ളതായ അവരുടെ സഹായങ്ങളൊക്കെ നമ്മൾക്ക് വേണ്ടി വരും. ഈ രാജ്യത്തുള്ള മറ്റ് ജനങ്ങൾക്കുള്ളതായ സഹായങ്ങൾ നമ്മൾക്ക് വേണ്ടി വരും. കാരണം വിശുദ്ധമാവുന്ന ഈ ദീൻ അതിവിടെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അതിനേക്ക് ആവശ്യമാവുന്ന സഹായങ്ങൾ, ഭൗതികമായ സഹായങ്ങൾ ഉണ്ടാവണം, ആത്മീയമായി ലഭിക്കപ്പെടുന്ന സഹായങ്ങൾ ഉണ്ടാവണം.
അതാണ് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാവ് ഔലിയാവ് മുഖേന ലഭിക്കപ്പെടുന്നതായ സഹായങ്ങൾ ഉണ്ടാവണം. ഭൗതികമായ സഹായങ്ങൾ സാധാരണക്കാരിൽ നിന്നാവാം, ഉമറായിൽ നിന്നാവാം, അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നാവാം. അപ്പം ആരിൽ നിന്നായാലും വേണ്ടി അപ്പം ഇവരൊക്കെ സഹായങ്ങൾ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ സംഘടന അത് എല്ലാ വിഭാഗക്കാരോടുള്ളതായ സ്നേഹം അത് നിലനിർത്തുക. അത് നിലനിർത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ വിശുദ്ധമാവുന്ന ഒരു മതത്തിൻ്റെ ഉടമകളായതുകൊണ്ട് ആ മതത്തിൻ്റെ അടിസ്ഥാനം വളരെ നല്ല സ്വഭാവങ്ങളുടെ മേലിലാണ് അതിനെന്തായിട്ടുള്ളത് സ്ഥാപിക്കപ്പെട്ടുള്ളത്. അപ്പം ആ സൽഗുണങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടാവണം. നമ്മളെ വാക്ക് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേ കൈകാര്യം ചെയ്യാൻ പാടും. ആ വാക്കിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും നിലക്ക് വ്യംഗ്യമായിട്ടോ സൂചനാപരമായിട്ടോ എന്തെങ്കിലും പ്രയാസമുള്ളൊരു വാക്ക് നമ്മളെ പ്രസംഗത്തിലോ അല്ലെങ്കിൽ നമ്മളെ എഴുത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള നമ്മളെ സംസാരത്തിലോ ഉണ്ടാവാൻ പാടുള്ളതല്ല. നമുക്ക് ആരോടും അത് നമ്മളെ കൂട്ടത്തിൽപ്പെട്ടവരാവട്ടെ അല്ലാത്തവരാവട്ടെ ആരോടും ഒരു നിലക്കുള്ള വിദ്വേഷം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അങ്ങനല്ലേ ഇത് വില്ലത്തീഹിയ ഹസന്ന. അപ്പോൾ സ്വീകരിക്കേണ്ട പ്രതിരോധ മാർഗം അത് വളരെ നല്ല മാർഗമാവണം. അപ്പൊ എത്ര വലിയ ശത്രുവാണെങ്കിലും ആ ശത്രുവിനെ കാന്നഹു വലിയുൻ ഹമീം, ആ ശത്രുവിനെ നമ്മൾ സ്നേഹിതനാക്കി തീർക്കാനുള്ളതായ പ്രവർത്തനമാണ് നമ്മൾ ഇന്നുണ്ടാവേണ്ടത്. ആ നിലക്കുള്ള പ്രവർത്തനമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ കാഴ്ചവെച്ച പ്രവർത്തനങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഇവിടെ കൂടിയ എല്ലാവരോടും പറയാനുള്ളത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് പൂർണ്ണമായ ഒരു മതസംഘടനയാണ്. അതോടൊപ്പം ഇവിടെ ആരോടും ഞാൻ പറഞ്ഞല്ലോ വർഗീയത അല്ലെങ്കിൽ തീവ്രവാദയോ ഒന്നും നമുക്കില്ല. കാരണം അത് റസൂൽ പഠിപ്പിച്ചിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തിൽ ശക്തമായ ഭരണം റസൂലുള്ളാഹിന്റെ കയ്യിൽ വന്നു. ആ ഭരണം ലഭിക്കപ്പെട്ടപ്പോൾ അവിടെ എന്തും ചെയ്യാമായിരുന്നു. പക്ഷെ അവിടുത്തെ യഹൂദികളോട് എന്താ ചെയ്തത്? ആ യഹൂദികളോടുള്ളതായ സമീപനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിനിക്ക് നബിന്റെ സഹാബത്തിനിക്ക് പഠിപ്പിച്ചു കൊടുത്തത് എന്താ? എന്നോട് ഭരണകൂടമായി സഖ്യം ചെയ്യപ്പെടുകയോ അതല്ലെങ്കിൽ നിങ്ങളോട് സ്വകാര്യമായി സഖ്യം ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഭരണകൂടത്തിലേക്ക് എന്തെങ്കിലും തന്നു ജീവിക്കുന്നവരോ ആവുന്ന ആളുകൾ, അപ്പൊ ആ സഖ്യങ്ങൾ പല നിൽക്കും ആവാം. എങ്ങനെയായാലും വേണ്ടി അവരാരെങ്കിലും ഒരാൾ ബുദ്ധിമുട്ടാക്കിയാൽ ഫലൈസ മിന്ന, അവൻ നമ്മളെ കൂട്ടത്തിൽപ്പെട്ടവരല്ല എന്നാ പറഞ്ഞത്. അവൻ നമ്മളെ കൂട്ടത്തിൽപ്പെട്ടവരല്ല എന്നാ പറഞ്ഞത്. അത്ര ശക്തമായ ഭാഷയിലാണ്. എന്ന് മാത്രമല്ല, ആ മദീനത്ത് റസൂലുള്ളാഹിന്റെ ഭരണത്തിന്റെ കീഴിൽ ജീവിക്കുന്ന ആ യഹൂദികളോട് ആരെങ്കിലും മോശമായി പെരുമാറിയാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് ശക്തമായ നിലക്ക് അവരെ എതിർക്കുമായിരുന്നു. അങ്ങനെ ചെയ്തു പോകരുത്. ഇപ്പൊ വസയിലൊക്കെ കാട്ട് കണ്ടില്ലേ യഹൂദികൾ? അവിടുത്തെ മുസ്ലിങ്ങളെ കാട്ടുന്ന പണി കണ്ടില്ലേ? ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളങ്ങനെ പഠിപ്പിച്ചത്. മഹാനാവുന്ന ഉമർ ബിൻ ഖത്താബ് തങ്ങൾ അവരുടെ ഭരണകാലഘട്ടത്തിൽ രാത്രി സഞ്ചരിക്കാറുണ്ടായിരുന്നു. സഞ്ചരിച്ച് ഒരു യഹൂദനെ കണ്ടു. അവൻ വളരെ വൃദ്ധനാണ്. അവനക്ക് എണീക്കാനൊന്നും നടക്കാനൊന്നും വയ്യ. അവന്റെ അവസ്ഥയെപ്പറ്റി ചോദിച്ചു. അപ്പൊ അവൻ ജീവിക്കാനുള്ള മാർഗമില്ല. ഉടൻ തന്നെ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പാസ്സാക്കി, അവൻ മരിക്കുന്നത് വരെ ബൈത്തുൽ മാലിൽ നിന്ന് മുസ്ലിങ്ങളെ പൊതു ഖജനാവിൽ നിന്ന് അവനിക്ക് ഒരു നിത്യവേതനമോ അല്ലെങ്കിൽ ഒരു മാസമാവുന്നവർ റാത്തിബ് ഷഹറായിട്ടോ ഒരു ശമ്പളമായിട്ടോ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങൾ നിശ്ചയിച്ചു. അപ്പൊ ഇവിടുത്തെ മനുഷ്യർ ഏത് ജാതി മനുഷ്യരാണെങ്കിലും ആ മനുഷ്യർക്ക് നമ്മളെ കൊണ്ടൊരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല. ഇവിടുത്തെ മൃഗങ്ങൾക്ക് കണ്ടില്ലേ, ഒരു മൃഗത്തിന് അറക്കുകയാണെങ്കിൽ മറ്റു മൃഗങ്ങളോട് അറക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മറ്റു മൃഗങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ആ മൃഗത്തിന് അറക്കൽ നല്ലതല്ല എന്നാണ് റസൂൽ പറഞ്ഞത്. അപ്പൊ അത്രമാത്രം ഇവിടുത്തെ എല്ലാവിധ അള്ളാഹുവിന്റെ മഖ്ലൂഖാത്തിനോടുള്ള എല്ലാവിധ അവർക്ക് വേണ്ട റഹ്മത്തുകൾ എന്തൊക്കെയാണോ അത് പൂർണ്ണമായും കൊണ്ട് നടപ്പിൽ വരുത്തി ജീവിച്ച ഒരാളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ ഒരു ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇസ്ലാമിക സാമ്രാജ്യം വളർന്ന് വികസിച്ചപ്പോൾ ലോകത്തിന്റെ പല ഭാഗത്തിൽ നിന്നും പലതും ലഭിക്കപ്പെട്ടു. പക്ഷെ ആ ലഭിക്കപ്പെട്ട സാധനങ്ങളൊക്കെ എല്ലാവർക്കും കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടല്ലോ, മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വന്ന് പറഞ്ഞു, എനിക്ക് അരക്കാനൊന്നും കഴിയുന്നില്ല, വലിയ പ്രയാസമുണ്ട്, അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു സേവകനെ വെച്ച് തരണം.
അപ്പൊ റസൂല് പറഞ്ഞത് എന്താണെന്നറിയോ? ജിന്നെ ദിക്റ് കയറ്റിക്കോ എന്ന് പറഞ്ഞു. ദിക്റ് അല്ലാന്നാണ് പറഞ്ഞു കൊടുത്തത്, സേവനം തരാന്നല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പൊ റസൂലുള്ളാഹിയും റസൂലുള്ളാഹിന്റെ കുടുംബങ്ങളും അവരൊന്നും ജീവിതത്തിൽ ഒരു ദിവസവും വയറു നിറയെ ഭക്ഷണം കഴിച്ചിട്ടില്ല. പക്ഷേ കിട്ടുന്ന ഭക്ഷണങ്ങളൊക്കെ പലർക്കും വിതരണം ചെയ്യാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആഡംബര പ്രിയനായിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മണിമാണികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ആ നിലയ്ക്ക് ജീവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകളാണ് നമ്മൾ എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. നമ്മളുടെ ജീവിത രീതിയിൽ എപ്പോഴും മിതത്വം പാലിക്കണം. അത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയൊരു തത്വമാണ് മിതത്വം എന്നുള്ളത്. എല്ലാ രംഗത്തും മിതത്വം നമ്മൾ പാലിക്കണം. നമ്മുടെ ഭക്ഷണത്തിലാണെങ്കിലും വസ്ത്രത്തിലാണെങ്കിലും നമ്മളോട് ബന്ധപ്പെട്ട ഏത് സംഗതികളായാലും മിതത്വമൊക്കെ പാലിക്കണം. അപ്പൊ അതുകൊണ്ട് ഈ രാജ്യത്ത് നമ്മളുള്ള ഈ സ്നേഹബന്ധങ്ങൾ, അത് രാഷ്ട്രീയ കക്ഷികളോടുള്ള സ്നേഹബന്ധം, മറ്റ് മതസ്ഥരോടുള്ളതായ ഈ സ്നേഹം, ഇവിടുത്തെ മറ്റ് ചരാചരങ്ങളോടുള്ള സ്നേഹം, അവർക്കുള്ള അവകാശങ്ങൾ, ഇതൊക്കെ വകവെച്ചു കൊടുത്തുകൊണ്ടിട്ട് പ്രശ്നങ്ങളില്ലാതെ നല്ലതിലേക്ക് ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എന്നാണ് എല്ലാവരോടും പ്രത്യേകമായും കൊണ്ട് ഉണർത്താനുള്ളത്. ഇതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശവും അതാണ്. അതോടൊപ്പം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ, അതിനിവിടെ സംരക്ഷിക്കപ്പെടാനുള്ള സൗകര്യങ്ങൾ എല്ലാവരും ചെയ്തു തരും വേണം. അതുമാണ് നിങ്ങളെല്ലാവരോടും ഉണർത്താറുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ ഇവിടെ സംരക്ഷിക്കപ്പെടണം. അത് സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും സഹായം വേണം. ആ സഹായം എല്ലാവരിൽ നിന്ന് ഞങ്ങൾക്ക് ഉണ്ടാവുകയും വേണം. ആ സഹായം ഉണ്ട് എന്നതാണ് ഈ യാത്രയിലൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായത്. എല്ലാ വിഭാഗം ജനങ്ങളും, അത് ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും നമ്മൾ മുസ്ലിങ്ങളാണെങ്കിലും മറ്റുള്ള ആണുങ്ങളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ഒക്കെ വയ്യോരത്ത് നിന്നുകൊണ്ടിട്ട് എല്ലാ നിലക്കും ഇതിന് സപ്പോർട്ട് ചെയ്യണതായ ഒരു രൂപമാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഇത് നമ്മൾ പറഞ്ഞല്ലോ, ഇത് കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി അങ്ങനെ പല ജില്ലകളിലും പ്രമുഖരാകുന്ന പലരും ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. തിരുവനന്തപുരത്ത് വെച്ച് മുഖ്യമന്ത്രി നിർവഹിച്ചു. അവിടെ പിന്നെ കന്യാകുമാരിയിൽ നിന്ന് അവിടുത്തെ ജില്ലാൻ്റെ ഖാദി അദ്ദേഹം നിർവഹിച്ചു. അങ്ങനെ വരുമ്പോൾ കൊല്ലം, പത്തനംതിട്ട പോലത്തെ ജില്ലകളിൽ നിന്നൊക്കെ, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, അവിടെയൊക്കെ കോൺഗ്രസിൻ്റെയും മറ്റ് പല രാഷ്ട്രീയ കക്ഷികളുടെയും നേതാക്കന്മാർ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഇന്നലെ മിഞ്ഞാന്ന് വയനാട്ടിൽ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല. മലപ്പുറത്ത് രണ്ട് സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് സ്വീകരണം നൽകപ്പെട്ടത്. ഒരു സ്ഥലത്ത് ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. മറ്റൊരു സ്ഥലത്ത് ബഹുമാനപ്പെട്ട പാണക്കാട് അബ്ബാസ് അലി തങ്ങൾ നിർവഹിച്ചു. അങ്ങനെ ഈ ജാഥ അങ്ങനെ പ്രമുഖരാകുന്നതായ വ്യക്തിത്വങ്ങളെയും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരോടും സ്നേഹത്തിലും മമതയിലും സന്തോഷത്തിലും ഒക്കെയുള്ള ഒരു സമീപനമാണ് മുസ്ലിങ്ങളുടെ സമീപനം. അത് പ്രകടമാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ ഒരു പ്രകടനം കൂടിയാണ് ഈ യാത്ര കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഈ സമ്മേളനത്തിൻ്റെ പ്രചരണത്തിന് ഇപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് നോട്ടീസ് അടിക്കുക, അതിനുള്ള മറ്റുള്ള പ്രചരണ മാർഗങ്ങളൊക്കെ ചെയ്താൽ മതി. അപ്പം ഈ രാജ്യത്ത് സമാധാനം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്, മതസൗഹാർദ്ദം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്, മനുഷ്യർ തമ്മിലുള്ള സ്നേഹം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതൊക്കെ ഇസ്ലാമിൻ്റെ വലിയ വലിയ തത്വങ്ങളാണ്. ഇതൊക്കെ ആ തത്വങ്ങൾ ഇവിടെ നിലനിൽക്കണം. ഇസ്ലാമിനെ ഒരിക്കലും അതിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ പാടില്ല. അതിനൊരു വർഗീയ സംഘടനയായിക്കൊണ്ട് ചില ആളുകൾ ഇസ്ലാമിനെ വർഗീയ ആളുകളായിക്കൊണ്ടിട്ടോ അല്ലെങ്കിൽ തീവ്രവാദികളായിക്കൊണ്ടിട്ടൊക്കെ വിലയിരുത്തപ്പെടുന്നുണ്ട് ലോകം. അങ്ങനെയാണ് അതിൻ്റെ സ്വഭാവങ്ങൾ. അങ്ങനെ തന്നെ നല്ലൊരു സംഘടന ഇവിടെ ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ നല്ലൊരു മതം ഇവിടെ ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ നല്ലൊരു പാർട്ടി ഇവിടെ ഉണ്ടാവുമ്പോൾ അതിനെ നശിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കും. അങ്ങനെയല്ലേ അമ്പിയാക്കന്മാരൊക്കെ അവരെ കാലഘട്ടത്തിൽ എത്രമാത്രം പ്രയാസങ്ങളാണ് അവരനുഭവിച്ചിട്ടുള്ളത്. അപ്പം അത് സ്വാഭാവികമാണ്. അപ്പം അങ്ങനെ പലരും ഇതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ മതത്തിനെ
ജനങ്ങളിടയിൽ മോശമായി ചിത്രീകരിക്കപ്പെടാനൊക്കെ ശ്രമിക്കും. പക്ഷേ അത് ശ്രമിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനം അതിനെന്താവാൻ പാടില്ല, സഹായിക്കാൻ പാടില്ല. മുൻകഴിഞ്ഞ ആളുകൾ ഇവിടെ വന്നപ്പോൾ അവരെ പ്രവർത്തനം കണ്ടിട്ടാണ് ജനങ്ങൾ ഇവിടെ സൗകര്യം ചെയ്തു കൊടുത്തത്. നമ്മളെ പിതാക്കന്മാരൊക്കെ ഇവിടെ വന്നപ്പോഴേ മഹാന്മാരായിരുന്നു അവരുടെ പ്രവർത്തനം വളരെ നല്ല പ്രവർത്തനങ്ങളായിരുന്നു. വിശുദ്ധ ദീനിന്റെ ആ ശരിയായ റൂട്ടിൽ കൂടി സഞ്ചരിക്കുന്നവരായിരുന്നു അവരുടെ നടത്തത്തിൽ ദീനുണ്ടായിരുന്നു. അവർ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ദീനും പ്രകടമാവും. നമ്മളൊക്കെ ഭക്ഷണം കഴിക്കണമായിരിക്കല്ല എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് വാരി തിന്ന് അങ്ങനല്ലായിരുന്നു അവർ ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ ചില മര്യാദകളുണ്ട്, ഉറങ്ങാൻ ചില മര്യാദകളുണ്ട്, ഉറങ്ങുമ്പോൾ എങ്ങനെ കെടുക്കണം അതിന് ചില മര്യാദകളുണ്ട്, ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ അതിന് ചില മര്യാദകളുണ്ട്. അങ്ങനെ ജീവിതത്തിൽ ഓരോ വിഷയത്തിലും വിശുദ്ധമാവുന്ന ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളും അതിൻ്റെ കൽപ്പനകളൊക്കെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് അത് പ്രാവർത്തികമാക്കി കാണിച്ചവരായിരുന്നു മുൻഗാമികൾ. അപ്പൊ അവർ വന്നപ്പോൾ ഇവിടുത്തെ അന്യമതസ്ഥർക്ക് മനസ്സിലായി ഇതൊരു കുഴപ്പമുണ്ടാക്കുന്ന ആളുകളല്ലോ. അപ്പൊ അവർക്ക് ഇബാദത്ത് ചെയ്യാനുള്ള പള്ളിക്ക് വേണ്ട സൗകര്യം കൊടുത്തു. അത് ഒരു പള്ളി എടുക്കാനുള്ള സ്ഥലം മാത്രമല്ല കൊടുത്തിട്ടുണ്ട്. ചിലരൊക്കെ കൊടുത്തത് 10, 15, 20, 30 ഏക്കർ വരെ പള്ളിക്ക് കൊടുത്തു. അങ്ങനെ പള്ളി ഉണ്ടാക്കാൻ ആവശ്യമാവുന്ന അതിന്റെ മരങ്ങളും കല്ലുകളൊക്കെ അവർ കൊടുത്തു. അപ്പൊ എന്താണ് അവർക്ക് ആവശ്യം അതൊക്കെ ചെയ്തു കൊടുത്തു. കാരണം ഇതൊരു കുഴപ്പക്കാരല്ല, ഇവരിവിടെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയിട്ടാ. പക്ഷെ ഇന്ന് ജാഹിലിയത്തിനേക്കാൾ അടപതിച്ച സ്വഭാവ ഗുണങ്ങളാണ് നമ്മളിലൊക്കെ കാണപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കാം. നമ്മൾ വേറൊരുത്തനെ എന്തെങ്കിലും നിലക്ക് അത് ഏത് മാധ്യമങ്ങൾ, വാർത്താ മാധ്യമങ്ങളിൽ കൂടിയാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും അതല്ലെങ്കിൽ മറ്റു പല നിലക്കാണെങ്കിലും ഒന്നും നമ്മൾ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കണ വാക്കുകൾ നമ്മൾ ഇന്ന് ഉണ്ടാവാൻ പാടുള്ളതല്ല. മറ്റൊരുത്തൻ്റെ അപമാനങ്ങൾ അത് പരിശോധിച്ചു കൊടുക്കുക വയ്യാതെ പോകേണ്ട ആവശ്യം നമ്മൾക്കില്ല. എന്നിട്ട് അത് പറഞ്ഞ് ചിരിക്കുക. ഞാൻ ഇന്നലെ പ്രസംഗിച്ചതുപോലെ അങ്ങനെ അപമാനങ്ങളെ ആരെങ്കിലും പരിശോധിക്കാൻ വേണ്ടി നടന്നാൽ അള്ളാഹു അവൻ്റെ സ്വകാര്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന തകരാറുകൾ അള്ളാഹു പരിശോധിക്കുന്നതാണ്. അള്ളാഹ് പരിശോധിച്ചാൽ വമൻ തതബ അല്ലാഹു ഔറാത്തിഹിം, അവരുടെ അപമാനങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശോധിച്ചാൽ യഫ്ളഹുല്ലാഹ് വലൗ ഫീ ബൈതിഹി, അവൻ വീട്ടിലാണെങ്കിലും അള്ളാഹു അവനെ വഷളാക്കും, അവൻ പേടിച്ചോളി. അതുകൊണ്ട് ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ എല്ലാ നിലക്കുള്ളതായ കൊലകൾ അധികരിച്ച ഒരു കാലഘട്ടം, ഫിത്നകൾ അധികരിച്ചതായ ഒരു കാലഘട്ടം. റസൂൽ പറഞ്ഞല്ലോ, ഫിത്നത്തുൻ തമൂജു കമൗജിൽ ബഹർ, സമുദ്ര തിരമാലകളെ പോലെ അടിച്ച് ഉയർന്നു വരുന്ന ഒരു കാലത്തും അവസാനിക്കാത്ത ഫിത്നാണ്. ഫിത്നത്തുൽ അഹ്ലാസ്, വിട്ടുമാറാത്ത വേറൊരു ഫിത്നെ പറ്റി റസൂൽ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഫിത്നകൾ അധികരിച്ചതായ ഒരു കാലഘട്ടമാണ്. അപ്പൊ നമ്മുടെ അടുത്തുള്ള ഈമാൻ, ആ ഈമാനിനെ വളർത്താൻ ആവശ്യമാവുന്ന പ്രവർത്തനങ്ങൾ ഓരോരുത്തരും നടത്തുക. ആ ഈമാനാവുന്ന പ്രകാശം അതിനെ പ്രകാശിപ്പിച്ചെടുക്കാൻ വേണ്ട പണികളൊക്കെ ചെയ്യുക. ആ നിലക്ക് ഹൃദയത്തിനെ വിശുദ്ധമാക്കി ഹൃദയത്തിൽ നിന്ന് മോശമായ സർവ്വ സ്വഭാവങ്ങളെയും ഒഴിവാക്കി മഹമൂദത്താവുന്ന സുന്ദരമായ ഏറ്റവും ഉന്നതമാവുന്ന സ്വഭാവങ്ങളാണ് വിശുദ്ധമാവുന്ന ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. ആ സ്വഭാവങ്ങളൊക്കെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടിട്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും മാതൃകയാക്കാൻ വേണ്ടി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരും അതിൻ്റെ പ്രവർത്തകരും അതിൻ്റെ സാദാത്തുകളൊക്കെ അതിനുവേണ്ടി അവരുടെ ഓരോ സമയവും ഉപയോഗപ്പെടുത്തണമെന്നും ഈ സംഘടനയ്ക്ക് വേണ്ടിയുള്ള ഖിദ്മത്തിന് വേണ്ടി നിങ്ങളൊക്കെ തയ്യാറാവണമെന്നും ഇനി വരാൻ പോണ ഈ 2026 ഫെബ്രുവരി ആദ്യവാരത്തിൽ 4 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിൽ നടത്തപ്പെടുന്ന ഒരു അന്താരാഷ്ട്ര സ്വഭാവമുള്ളതായ ഒരു വലിയൊരു സമ്മേളനമാണ് നടത്തപ്പെടുന്നത്. അതിൽ വിദേശ പ്രതിനിധികൾ ആവുന്ന പണ്ഡിതന്മാരുണ്ടാവും, വലിയ വലിയ പണ്ഡിതന്മാർ, സൂഫിയാക്കളാവുന്ന ആളുകളുണ്ട്, ഫത്വ കൊടുക്കുന്ന ആളുകളുണ്ട്, മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളൊക്കെ ഉണ്ടാവും. ഈ കേരളത്തിലും മറ്റു ഇതിൻ്റെ അടുത്ത സ്റ്റേറ്റുകളിലൊക്കെ ഉള്ള പ്രമുഖരാവുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ടാണ് അതൊരു അന്താരാഷ്ട്ര സ്വഭാവത്തിലുള്ള സമ്മേളനം. അതിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരും പരിശ്രമിക്കണം, അതുമായി കൊണ്ട് സഹകരിക്കണം. അതിന് വേണ്ട സഹായങ്ങളും സൗകര്യങ്ങളൊക്കെ എല്ലാവരും അത് രാഷ്ട്രീയ ഭേദ്യമന്യേ മതഭേദമന്യേ ഇന്ന മതക്കാരെന്ന് എല്ലാ മതക്കാരും അതിനോട് സഹകരിക്കുക, എല്ലാ രാഷ്ട്രീയക്കാരും അതിനോട് സഹകരിക്കുക. ആ നിലയ്ക്ക് ഈ രാജ്യത്ത് സമാധാനം ഉണ്ടാക്കി തീർക്കുക, ഈ രാജ്യത്ത് സ്നേഹം ഉണ്ടാക്കി തീർക്കുക, ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമാകുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന ആരുണ്ടോ
അവരോട് കൂടെ സഹകരിച്ചുകൊണ്ട് വേണ്ടത് ചെയ്തു കൊടുക്കുക. ഇതൊക്കെ നമ്മളെ നിർബന്ധമായ ബാധ്യതയാണെന്ന് മനസ്സിലാക്കി ഓരോരുത്തരും അതിന് തയ്യാറാവണമെന്ന് ഞാൻ പ്രത്യേകമായി എല്ലാവരോടും ഉണർത്തിക്കൊണ്ടിട്ട്